ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പൈനാപ്പിൾ ഉപ്പിലിട്ടതും അച്ചാർ തേച്ചല്ല കഴിച്ചുള്ളൂ. ഇനി വേറൊരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൈനാപ്പിളിനെ നമുക്കൊന്ന് കളറാക്കിയാലോ. ബാക്കി വന്ന പൈനാപ്പിൾ വെച്ചിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടോ അതിനുള്ള കളറാക്കാനുള്ള ഐറ്റംസ് ആട്ടോ ഇതൊക്കെ. അത് മിക്സിൻ്റെ ജാറിലേക്ക് എടുത്തിടുകയാണ്. 2 വറ്റൽമുളക്, പച്ചമുളക്, പിന്നെ ചപ്പ്, തൊലിക്കാത്ത വെളുത്തുള്ളി, ഇതൊക്കെ കേട്ടോ പ്രധാനമായിട്ട് അതിലേക്ക് ആവശ്യം. ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിക്കൈ കണ്ടോ ഗൈസ്. എന്ത് പണിയെടുക്കുമ്പോൾ അവൻ്റെ ഒരു കൈ ഇല്ലാഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് അവനക്ക് പറ്റുന്ന പോലെയൊക്കെ അവൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. നാരങ്ങയൊക്കെ പിയ്യാണ്, പക്ഷെ ഉള്ള കുരുവൊക്കെ അതിലേക്ക് വെച്ചിട്ടുണ്ട്. കുരു ആയാൽ അത് കഴിക്കുമല്ലോ ഞാനത് പെറുക്കാൻ വേണ്ടിയിട്ടാട്ടോ നിൽക്കുന്നത്. അവനക്ക് പറ്റുന്ന പോലുള്ള എല്ലാ പണിയും അവനക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇതാ മിക്സീൻ്റെ കൈകാര്യമൊക്കെ ഇതാ ഓൻ തന്നെ ആട്ടോ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഓനെ കൊണ്ട് നടക്കില്ല, കുറച്ച് സപ്പോർട്ടിങ്ങൊക്കെ ആക്കി കൊടുക്കണം. ഇതാ ക്യാമറയുടെ മുന്നിൽ തന്നെ ഓൻ വലിച്ച് മാറ്റിയിട്ടുണ്ട് ഓനക്ക് എത്തായിട്ട്. എന്നാലും വീണ്ടും അത് എടുത്തിട്ട് അതൊക്കെ റെഡിയാക്കാനും ഇതാക്കാനൊക്കെ വീണ്ടും അവൻ തന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതാ മിക്സിയിലിട്ടിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ ഇതാ ചതച്ചെടുക്കുന്ന പോലെ ആക്കിയെടുത്താൽ മതിയേ. ഇനി മിക്സിങ് പരിപാടി കേട്ടോ. അത് ഞാനാക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പരാൾ ഇതാ നേരത്തെ കയറിയിരിക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് ഉപ്പിട്ട് അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ട മിക്സും കൂടി അതിലേക്ക് അയച്ച് ഞാനൊന്ന് ഇളക്കിയപ്പോഴത്തേക്ക് എരിവ് വന്നപ്പോൾ അവൻ അവിടെ നിന്ന് എണീറ്റ് പോയി കേട്ടോ. ഈ മിക്സിലേക്ക് ഞാനിതാ പൈനാപ്പിളും കൂടി ആഡ് ചെയ്യുകയാണ്. പൈനാപ്പിൾ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിന് പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു മൂടി വെച്ചിട്ട് അത് അടച്ച് വെച്ച് അതൊന്ന് ഷെയ്ക്കാക്കാൻ നോക്കിട്ടോ. ഷെയ്ക്കാക്കി തുറന്നപ്പോൾ കേട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ വന്നത്. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിട്ടോ, അടിപൊളിയായിട്ടോ. കുറച്ച് എരിവൊക്കെ ഉണ്ട്. വളരെ എളുപ്പത്തിൽ അത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി പൈനാപ്പിൾ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.